ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ വന്നു വലിയ പുരുഷാരത്തെ കണ്ടിട്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരം വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇങ്ങ് കൊണ്ടുവരുവിൻ എന്ന് അവനോട് പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലുമേൽ ഇരുപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാർക്ക് പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തിയായ ശേഷം കഷണം 12 കുട്ട നിറച്ചെടുത്തു. നിന്നരുമോ സ്ത്രീകളോ പൈതങ്ങളോ കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. തിന്നവരിൽ സ്ത്രീകളും പൈതങ്ങളും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, നന്ദിയോടെ കടന്നു വരുന്നു. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. നോട്ടത്തിലോ നടപ്പിലോ ചിന്തയിലോ വിചാരത്തിലോ വന്നുപോയ കുറവുകളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ചെറിയ ചിന്തയായി നിൽക്കുമ്പോൾ ഇതിനുള്ള ആശയം കർത്താവേ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ ഉടയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെ ശാസിക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് കർത്താവേ, നീ അവിടുന്ന് സംസാരിക്കണം, ഇടപെടണം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യേശു കർത്താവ് എവിടെല്ലാം കൂടുന്നുവോ അവിടെല്ലാം ജനം കൂടും. അത് കേട്ടിട്ട് 14-ന്റെ 13 മുതൽ അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ടിട്ട് പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ വന്നു മലയിൽ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമാണ്, കാരുണ്യമുള്ള ദൈവമാണ്, മഹാദയയുള്ള ദൈവമാണ്, മഹാക്ഷമാശീലനുള്ള ദൈവമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യം ഇതാണ്, മനസ്സലിവില്ല. ഒരുവനെ കാണുമ്പോൾ ഒരു മനസ്സലിവ് നമ്മുടെ ജീവിതത്തിൽ വരണം. അത് ക്രിസ്തുവിൻ്റെ ഒരു മനോഭാവമാണ്.
ആ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കണം. മനസ്സലിവ്, ഒരുവൻ്റെ കഷ്ടത കാണുമ്പോൾ, ഒരുവൻ്റെ പ്രയാസത്തിലിരിക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുവാൻ, അവനെ നല്ല വാക്കുകളെ പറയുവാൻ, അവനെ ധൈര്യപ്പെടുത്തുവാൻ, അവനെ കൈതാങ്ങുവാൻ നമുക്ക് സാധിക്കണം. അതാണ് മനസ്സലിവിൻ്റെ ഒരു ബലമതാണ്. മനസ്സലിവെന്ന് പറഞ്ഞാൽ അതാണ്. മറ്റുള്ളവൻ തകർന്നിരിക്കുമ്പോൾ, മറ്റുള്ളവൻ നിരാശയിലിരിക്കുമ്പോൾ അവനെ ആശ്വസിപ്പിക്കുവാനും അവനെ നല്ല വാക്കുകളെ പറഞ്ഞ് ബലപ്പെടുത്തുവാനും നിനക്ക് ഭൗതികമായി സഹായിക്കുവാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യുവാനും സാധിക്കുന്നുവെങ്കിൽ അങ്ങനെ നമുക്ക് ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായി, ക്രിസ്തുയേശുവിൻ്റെ മനോഭാവമുള്ളവരായി നമുക്ക് മാറുവാൻ സാധിക്കും. അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരം വൈകി പുരുഷാരത്തെ ഗ്രാമങ്ങളിൽ ചെന്ന് ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, നമ്മൾ ലോകത്തിൻ്റെ സ്ഥിതി നോക്കിയാൽ കർത്താവിനെ തേടി വരുന്നവർ എല്ലാവരും യഥാർത്ഥമായി സ്നേഹിക്കുന്നവരല്ല. അനേകർ നന്മ ലഭിക്കുവാൻ വരുന്നവരുണ്ട്, അനേകർ രോഗസൗഖ്യം ലഭിക്കുവാൻ വരുന്നവരുണ്ട്, അനേകർ ഒരു ഭവനം ലഭിക്കുവാൻ വരുന്നവരുണ്ട്, അനേകർ എൻ്റെ മകൾ വിദേശങ്ങളിൽ പോകണമെന്ന് വലിയ ആഗ്രഹത്തോടെ കടന്നു വരുന്നവരുണ്ട്. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് ആരെല്ലാം വരുന്നുവോ അവർക്കെല്ലാം പല പല ആവശ്യങ്ങളാണ്. എന്നാൽ എൻ്റെ ദൈവം അതെല്ലാം തരും. എന്നാൽ അതിൻ്റെ അപ്പുറമായി നമുക്ക് ഒരു നിത്യത ആവശ്യമാണ്. നമ്മൾ നിത്യജീവനെ നേടുവാൻ അവൻ്റെ ജീവമൊഴികൾ, അവൻ്റെ വചനം കേൾക്കുവാനും അത് കേട്ടാൽ മാത്രമല്ല അത് നമ്മൾ അനുസരിക്കുന്നവരായി മാറണം. ഈ മലപ്രസംഗത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും, ആയിരക്കണക്കിന് ജനങ്ങൾ കൂടി. എന്നാലും എല്ലാവരും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള ലക്ഷ്യത്തിലല്ല വന്നത്. അല്പ ആഹാരം കിട്ടും. പല ഭൗതിക ആവശ്യങ്ങളായി കടന്നു വന്ന ജനത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ഇന്ന് അനേക സ്ഥലങ്ങളിൽ കാണുവാൻ അനേക വിശ്വാസികൾ കൂടുന്നു. പല സഭകളിലും എല്ലാവരും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കടന്നു വരുന്നവരല്ല. ഭൗതിക നന്മകളെ നോക്കി, ഒരു നേരത്തെ ആഹാരത്തെ നോക്കി, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിനുമേൽ ഭാരപ്പെടുന്നുവോ അത് നേടുവാൻ, അതിൽ നിന്നൊരു ജയം പ്രാപിക്കുവാനാണ് ഇന്ന് പലരും വരുന്നത്. അതുപോലെ ഈ മലപ്രസംഗത്തിലും വലിയൊരു പുരുഷാരം വന്നുകൂടി യേശുവിൻ്റെ വാക്ക് കേൾക്കുവാൻ. ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനുമില്ലാതെ ഞങ്ങളുടെ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, 5 അപ്പവും 2 മീനും നിൻ്റെ ജീവിതത്തിൽ എന്താണ് ഉള്ളത്? അത് കർത്താവിൻ്റെ കൈ കൊടുത്താൽ കർത്താവ് അത് വാഴ്ത്തി അനുഗ്രഹിച്ച് അത് 5000 5 ലക്ഷവും 10 കോടിയുമാക്കുവാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം. എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിൽ എന്താണ് ഉള്ളത്? നീ എന്താണ് ഇല്ലാത്തത്? നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിലെയോ, നിൻ്റെ ജീവിതത്തിൽ ആരാധനയിലെയോ, നിൻ്റെ ജീവിതത്തിൽ നീ ആരാധനയ്ക്ക് കടന്നു പോകാതെ അതേ ഭവനത്തിലിരിക്കുന്ന വ്യക്തി ജീവിതമാണോ? എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നിൻ്റെ ജീവിതത്തിൽ എന്താണുള്ളത് അത് കർത്താവിൻ്റെ കൈ കൊടുക്കുക. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മളെ എന്തെങ്കിലും ഭൗതിക ആവശ്യത്തിന് നീ യേശുവിനെ തേടി വന്ന വ്യക്തിയാണോ? നീ നിരാശനായി പോകേണ്ടി വരും. എന്നാൽ നീ വാസ്തവമായി യേശുവിൻ്റെ വചനമനുസരിച്ച് നീ മുന്നേറിപ്പോകുവാൻ, അവൻ്റെ വചനത്തെ കീഴ്പ്പെട്ട് അനുസരിക്കുവാൻ സാധിച്ചാൽ നിശ്ചയമായി നിനക്ക് എന്തെല്ലാം ഭൗതികം ആവശ്യമുണ്ടോ അതെല്ലാം സ്വർഗം തരുന്നതാണ്. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കിൻ, അതോടൊപ്പം സകലതും നൽകപ്പെടുന്ന ദൈവം. നിൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൻ്റെ വാസത്തിന് നിനക്ക് ആവശ്യമെന്താണോ അതെല്ലാം തരുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും.
5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് ഇങ്ങ് കൊണ്ടുവരുവിൻ എന്ന് അവനോട് പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലുമേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ, ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തിയായ ശേഷം കഷണങ്ങൾ 12 കുട്ട നിറച്ചെടുത്തു. തിന്നുന്നവരോ സ്ത്രീകളോ പൈതങ്ങളോ കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷങ്ങളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂടാതെ 5000 പുരുഷന്മാരെ ഏകദേശം നോക്കിയാൽ, അന്നത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ, ഓരോ കുടുംബാംഗങ്ങളെ നോക്കിയാൽ ഏകദേശം ഒരു 15,000 20,000 പേർക്കോളം കർത്താവ് 5 അപ്പവും 2 മീൻ കൊണ്ട് അതേ പോഷിപ്പിച്ച ദൈവമാണ്. നിൻ്റെ ജീവിതത്തിൽ എന്താണുള്ളത്? ഉള്ളത് നീ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന കുറവാണുള്ളത്, എൻ്റെ ജീവിതത്തിൽ ആരാധന കുറവുണ്ട് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ യേശുവേ സാമ്പത്തിക വിഷയമുണ്ട് കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ഞെരുങ്ങുന്ന വിഷയങ്ങളുണ്ട് കർത്താവെ, എന്നെ അലട്ടുന്ന വിഷയമുണ്ട് യേശുവേ, ഞാൻ എൻ്റെ മകളെ ഓർത്ത് ഞെരുങ്ങുന്ന വിഷയമുണ്ട് കർത്താവെ, ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കടഭാരത്തെ ഓർത്ത് ഞെരുങ്ങുന്ന വിഷയമുണ്ട് യേശുവേ, ഞാൻ എൻ്റെ ജപ്തിയുടെ അവസ്ഥയിൽ നിരാശയിലിരിക്കുന്ന അവസ്ഥയാണ്, ഞാൻ അതിനാൽ ഭാരപ്പെടുന്ന അവസ്ഥയുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ മാതാവേ, എൻ്റെ പിതാവേ, എൻ്റെ സഹോദര, നിൻ്റെ കയ്യിൽ എന്താണുള്ളത്? നീ അത് യേശുവിൻ്റെ കയ്യിൽ കൊടുക്കുക. യേശു അത് 100 അല്ല, 1000 അല്ല, 10,000 അല്ല, ലക്ഷങ്ങൾ മടക്കി, അതിൻ്റെ 100 അല്ല, 50,000 അല്ല, ലക്ഷങ്ങൾ മടക്കി അത് മടക്കുവാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം. അവൻ സർവശക്തനായ ദൈവം. നിൻ്റെ ജീവിതത്തിൽ എന്താണുള്ളത്? ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവിൻ്റെ ജീവിതത്തിൽ കടഭാരമാണുള്ളത്, എൻ്റെ ജീവിതത്തിൽ രോഗമാണ്, എന്നെ സൗഖ്യപ്പെടുത്തണമേ, എൻ്റെ കടഭാരത്തിൽ നിന്ന് എന്നെ വിടിവിക്കണമേ യേശുവേ, എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല, ഈ പ്രാർത്ഥന നൽകണമേ. നിൻ്റെ ജീവിതത്തിലുള്ളത് നീ ഇന്നിപ്പോൾ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ നിശ്ചയമായി അവൻ നിന്നെ നിറയ്ക്കുന്ന ദൈവമാണ്, നിൻ്റെ ശൂന്യതകളെ പണിയുന്ന ദൈവമാണ്, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നിൻ്റെ കയ്യിൽ എന്താണുള്ളത്? കടബാധ്യതയാണോ? ബിസിനസ് തകർച്ചാവസ്ഥയാണോ? നീ അത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. നീ വിശ്വസിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. അവനത് 30, 60, 100 മേനി ഫലം കായ്ക്കുന്ന രീതിയിൽ നീ വിചാരിക്കുന്നതിനപ്പുറമായി ആ ശൂന്യാവസ്ഥകളെ പണിയുന്നവനായ ദൈവം, നിൻ്റെ ഇല്ലായ്മയിൽ നിന്നും അവൻ ഉള്ളാക്കി തരുന്നവനായ ദൈവം. നിനക്ക് ഇല്ല, നിൻ്റെ കയ്യിൽ എന്താണുള്ളത്? അത് കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് നീ അവൻ്റെ കയ്യിൽ അതിൻ്റെ ഭാരങ്ങളെ സമർപ്പിക്കുമ്പോൾ അവൻ നിശ്ചയമായി അത് വാഴ്ത്തി അത് 1000 മടങ്ങായി, അത് 1,00,000 മടങ്ങായി, അത് 1,00,00,000 മടങ്ങായി മാറ്റിത്തരുന്ന ഒരു യേശു ക്രിസ്തുവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അൽ റക്കഷിയന ഹത്തോറി ബല്യാനിദിയ ഹൽബൊറി ഷിഖോനിയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിൽ എന്താണ് ഉള്ളത്, എന്താണ് കുറവുള്ളത്, എന്താണ് വേണ്ടത്, അത് യേശുവിൻ്റെ കൈകളിൽ കൊടുക്കുക. വിശ്വാസത്തോടെ കരങ്ങളിൽ കൊടുക്കുക. നിശ്ചയമായി അവനത് വാഴ്ത്തി അത് നീ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമായി മടങ്ങിൽ അത് നൽകുന്ന ദൈവം. അവൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവമാണ്. അവൻ ഞാനാകുന്നവൻ. അവൻ എൽ ഷഡായിയായ ദൈവം. അവൻ എൽ റോഹിയായ ദൈവം. ഓറിബൽ ശബ്ദനരികസ്യ, ആകാശത്തെ ചാണുകൊണ്ട് അളക്കുന്ന ദൈവം. ഭൂമിയിലെ മൺകുമാരങ്ങളെ നാഴികളാൽ അളക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. 12 കുട്ട നിറച്ചെടുത്തു. തിന്നവരോ സ്ത്രീകളോ പൈതങ്ങളോ കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. ഉടനേശു തൻ്റെ പുരുഷാരത്തെ പറച്ചയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ, വലിയ ഒരു ശുശ്രൂഷ കഴിഞ്ഞു. വലിയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ 12 ശിഷ്യന്മാർ 5000 പുരുഷന്മാർക്ക് ഒരു 2 അപ്പവും 1 മീനും വിളമ്പുവാൻ 5000 പുരുഷന്മാരെ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കുവാൻ സാധിക്കുമല്ലോ. നമ്മുടെ ഒരു കല്യാണ ആവശ്യങ്ങൾ
അങ്ങനെയുള്ള വിശേഷങ്ങളിൽ 1000 പേർക്ക് ഫുഡ് കൊടുക്കുവാൻ തന്നെ അതിൽ തന്നെ ഒരുപാട് പേരുണ്ട്. 20, 30, 40 പേര് കാണും, അല്ലെങ്കിൽ 100 പേര് കാണും. എന്നാൽ 5000 പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളും കൂടാതെയാണ് ഏകദേശം ഈ 12 ശിഷ്യന്മാർ 15,000 മുകളിലുള്ള ജനത്തിന് ആഹാരം കൊടുത്തു. 5 അപ്പവും 2 മീനും യേശു ഭാഗിച്ചുവെങ്കിലും ഇത് പുരുഷാരത്തെ യേശു പറഞ്ഞതുപോലെ പുല്ലിന്മേൽ 50 വീതം ഇരുത്തിക്കൊണ്ട് അവർക്ക് വിളമ്പിക്കൊടുത്തത് ശിഷ്യന്മാരാണ്. 12 ശിഷ്യന്മാരുടെ ജീവിതം നോക്കിയാൽ അവർ ക്ഷീണിച്ചു പോയി, വളരെ ക്ഷീണിതനായിപ്പോയി. കാരണം ഒരാൾക്ക് 2 അപ്പവും 1 അപ്പവും 1 മീൻ വെച്ച് കൊടുത്താൽ തന്നെ 5000 പുരുഷന്മാർക്ക് 12 പേര് കൊടുക്കുമ്പോൾ മാനുഷികമായി അവർ തളർന്ന് നിരാശരായി പോകും. എന്നാൽ ഈ പൈതങ്ങളും 5000 പുരുഷൻ കൂടാതെ ഈ പൈതങ്ങളും തൻ്റെ കുഞ്ഞുങ്ങളും ഭാര്യമാരും എല്ലാം ഉണ്ട്. അവർക്ക് വേറെയും കൊടുത്ത് ഏകദേശം 15,000 20,000 ജനത്തിന് ഈ ആഹാരം കൊടുത്തപ്പോൾ മാനസികമായി ശിഷ്യന്മാർ എഴുതിയിട്ടില്ലെങ്കിലും ഒരു ക്ഷീണിതനായിപ്പോയി. ഒരുപക്ഷെ അവർ റെസ്റ്റ് എടുത്തപ്പോഴായിരിക്കും യേശു പറഞ്ഞ് എനിക്ക് മുമ്പായി നിങ്ങൾക്ക് അക്കരയ്ക്ക് പോകുവാൻ അവരോട് നിർബന്ധിച്ചു. നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് വരുമ്പോഴാണ് നിർബന്ധം വരുന്നത്. നമ്മൾ മകനോട് പറയും നീ ഇന്നടുത്ത് പോടാ എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കാത്തപ്പോൾ നമ്മൾ വീണ്ടും അവനോട് പറയും. അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം? ആദ്യമേ പറഞ്ഞത് അവൻ അനുസരിച്ചില്ല. അതുകൊണ്ട് മക്കളോട് വീണ്ടും നമ്മൾ അവരെ നിർബന്ധിക്കും. അതുപോലെ തൻ്റെ ശിഷ്യന്മാരോട് യേശു നിർബന്ധിച്ചു. എനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരോട് നിർബന്ധിച്ചു. ഉടൻ യേശു തൻ്റെ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാരിൽ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. നമ്മുടെ ജീവിതത്തിലും ഏത് യാത്രകൾ കടന്നു പോകുമ്പോൾ, പല സാഹചര്യം നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവുള്ളവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനോട് നമ്മളെ നിർബന്ധിക്കുന്ന അനുഭവം നമുക്ക് അനേകർക്കറിയാം. ഇവിടെ നിൽക്കണ്ട, നീ ഇവിടുന്ന് പോ, അല്ലെങ്കിൽ ഇന്നടത്ത് കയറണ്ട. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിക്കുന്നതാണ്. ദൈവം നിർബന്ധിക്കുന്നത് എന്താണ്? നിനക്ക് ചിലപ്പോൾ ഒരു അനർത്ഥം വരുമായിരിക്കും, അല്ലെങ്കിൽ നീ അങ്ങോട്ട് പോയാൽ നിനക്ക് അവിടെ ഒരു സമൃദ്ധി ഒരുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ഇവിടുന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് എപ്പോഴും ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ സമൃദ്ധിക്ക് വേണ്ടി, നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി, നമ്മുടെ ബലത്തിനു വേണ്ടി, നമ്മുടെ ശക്തിക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് നല്ലതിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ നിർബന്ധിക്കുന്നത്. തൻ്റെ ശിഷ്യന്മാരോട് ഇത് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ഈ കർത്താവ് മാനുഷികമായി പറയുന്നതായിരിക്കും, എഴുതിയിട്ടില്ല. ഈ കർത്താവ് എന്താണ് പറയുന്നത്? 5000 പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളും കൂടാതെ ഇത്രയും പേർക്ക് ഞങ്ങൾ വിളമ്പി, ഇച്ചിരി റെസ്റ്റ് എടുക്കുവാൻ കർത്താവ് സമ്മതിക്കുന്നില്ല. ഗുരു ഞങ്ങളെ സമ്മതിക്കുന്നില്ല. എന്താ ഗുരു പെട്ടെന്ന് പറയുന്നു, എനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിക്കുന്നു. എന്നാൽ ആദ്യമേ അവർ അനുസരണക്കേടുണ്ടായെങ്കിലും കർത്താവിൻ്റെ വാക്ക് കേട്ട് അവർ മുന്നോട്ട് പോയി. യേശു തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചത് ഒന്നാമത്തെ കാരണം 2 പോയിൻ്റ് എടുക്കുവാനുള്ളൂ. ഒന്നാമത്തെ കാരണം, ഇവർ യേശുവിനെ രാജാവാക്കുവാൻ ഭാവിച്ചു. 1 യേശുവിനെ പ്രവാചകനാക്കുവാൻ, 2 യേശുവിനെ ഇവർ രാജാവാക്കുവാൻ ഭാവിച്ചു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നെ ലോകക്കാർ രാജാവാക്കിയാൽ, നിന്നെ ആരെങ്കിലും പുകഴ്ത്തി പറയുന്നുവെങ്കിൽ നീ മനസ്സിലാക്കുക, അവൻ നിന്നെ രാജാവാക്കുവാനാണ്, അല്ല നിന്നെ പ്രവാചകനാക്കുവാൻ നോക്കുകയാണ്. ലോകം നിന്നെ പകയ്ക്കുന്നുവെങ്കിൽ നീ ആശ്ചര്യപ്പെടരുത്. മരണം വിട്ട് നീ ജീവനിൽ കടന്നിരിക്കുന്നു എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ലോകം നമ്മളെ പുകഴ്ത്തുമ്പോൾ നമ്മൾ നെഗളിക്കരുത്. നമ്മൾ നെഗളിക്കാതെ താഴ്മയുള്ളവരായി നിൽക്കണം. ലോകം നമ്മളെ ഉയർത്തുന്നത് അവരുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുകയാണെങ്കിലാണ് നമുക്ക് സന്തോഷിക്കുവാൻ വകയുണ്ടത്. ലോകം നമ്മളെ പുകഴ്ത്തുമ്പോൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുണ്ട് എന്നുള്ളത്. എന്നാൽ ഈ യേശുവിനെ അവർ രാജാവാക്കുവാൻ പദ്ധതിയിട്ടു. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 6-14 വാക്യം മുതൽ 13 മുതൽ 5 തിന്ന്
ശേഷം ഭക്ഷണം അവർ സ്വീകരിച്ചു 12 കുട്ട നിറച്ചെടുത്തു. അവർ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട്, ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു എന്ന് പറഞ്ഞ് അവർ തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെ അവൻ തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഇവർ ഈ അപ്പവും മീനും കഴിച്ചിട്ട് ഇവരുടെ മനസ്സിലൊരു ചിന്ത വന്ന്, യേശുവിൻ്റെ കൂടെ കൂടിയാൽ നമ്മൾ അധ്വാനിക്കുവാൻ പോകണ്ട, കഷ്ടപ്പെടേണ്ട, നല്ല അപ്പവും നല്ല മീനും കർത്താവ് നൽകും. എല്ലാ ദിവസവും ആരാധനയ്ക്ക് പോയാൽ നല്ല അപ്പവും നല്ല മത്സ്യവും കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടെ ഇവർ യേശുവിനെ പ്രവാചകനാക്കുവാൻ, യേശുവിനെ രാജാവാക്കുവാൻ ഭാവിച്ചു. ഇത് കണ്ടുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു. നമ്മുടെ ജീവിതത്തിലും കർത്താവ് എന്ന് ചില നിർബന്ധിക്കുന്ന അനുഭവമുണ്ട്. നീ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, നീ യഹോവയെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. നീ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ നീ മാറി നിൽക്കുവാൻ ചില വ്യക്തികളോട്, ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നീ നടക്കാതെ, നീ ഇരുട്ടിൻ്റെ ശക്തിയുടെ കൂടെ നടക്കാതെ, പൈശാചിക മണ്ഡലത്തിനോട് കൂട്ടുകൂടാതെ നീ മാറി നിൽക്കുവാൻ ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, യേശു തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ച കാരണം അതാണ്. ഒന്നാമത്തെ കാരണം, യേശു നല്ലപ്പവും മത്സ്യവും കഴിച്ച ഈ ജനം അതെ വാഴ്ത്തിക്കൊടുത്ത അപ്പത്തിന് ലോകത്തിലെ അപ്പം കഴിക്കുന്നത് പോലല്ല, വളരെ ടേസ്റ്റേറിയ അപ്പവും ടേസ്റ്റേറിയ മത്സ്യം ഇത് കഴിച്ചിട്ട് ഈ ജനം യേശുവിനെ പ്രവാചകനാക്കുവാൻ, രണ്ടാമത് രാജാവാക്കുവാൻ അവർ പദ്ധതിയിട്ടു. എന്നാൽ ഇത് അറിഞ്ഞ് ഗ്രഹിച്ചുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ്, ഉടൻ യേശു തൻ്റെ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാരോട് പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ യേശുവിൻ്റെ വാക്കനുസരിച്ച് നീ മുന്നോട്ട് പോയാൽ നിനക്ക് ഒരു അത്ഭുതത്തെ കാണുവാൻ സാധിക്കും. ഒന്നവർ യേശുവിനെ പ്രവാചകനാക്കാൻ നോക്കി, 2 യേശുവിനെ രാജാവാക്കാൻ നോക്കി, 3 ഇവർ യേശു നിർബന്ധിച്ചപ്പോൾ പുരുഷാരം ഈ ശിഷ്യന്മാർ അനുസരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതം കാണുവാനിട വന്നു. പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടക് കവിട്ട് പല ദൂരത്തിൽ കാറ്റ് പ്രതികൂലമായി കൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ച് അത് ഭൂതമെന്ന് പറഞ്ഞു പേടിച്ചു നിലവിളിച്ചു. ഉടൻ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ ഈ വെള്ളത്തിൻ്റെ മേൽ നിൻ്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, കർത്താവിൻ്റെ വാക്കനുസരിച്ച് പോയപ്പോൾ ഒന്നാമത് ഒരു അത്ഭുതത്തെ കാണുവാൻ, രണ്ടാമത് ആ അത്ഭുതത്തിൻ്റെ ഭാഗമാകുവാൻ പത്രോസിന് സാധിച്ചു. പത്രോസിൻ്റെ ഉള്ളിലൊരാഗ്രഹം, കർത്താവേ, അങ്ങ് കർത്താവാണെങ്കിൽ കർത്താവെ നീ ഒന്ന് കൽപ്പിക്കുക, ഈ
സമുദ്രത്തിൻ്റെ മുകളിലൂടെ നടക്കുവാൻ നീ ഒന്ന് കൽപ്പിക്കുക കർത്താവേ. അതേ പത്രോസിനെ പോലെ നമുക്ക് ഒരു വൈരാഗ്യമുള്ളവരായിരിക്കണം. ആത്മീയ മണ്ഡലത്തിൽ ഇങ്ങനെ പത്രോസിനെ പോലുള്ള ഒരു വൈകാരികമുണ്ടെങ്കിൽ നിശ്ചയമായി നമുക്ക് ആത്മീയ മണ്ഡലത്തിൽ ഉയരുവാൻ സാധിക്കും. പത്രോസിൻ്റെ ഉള്ളിൽ വന്ന ആഗ്രഹം അതാണ്, കർത്താവേ, ഗുരുവേ, കർത്താവേ, നീ ആണെങ്കിൽ ഒന്ന് കൽപ്പിച്ചാൽ ഞാൻ നിൻ്റെ അടുത്ത് വരുവാൻ. അത് പത്രോസ് വെള്ളത്തിലൂടെ നടന്നു. എന്നാൽ കാറ്റിന് പ്രതികൂലം കണ്ടുകൊണ്ട് അവൻ ഭയന്നപ്പോൾ, മുങ്ങിത്താന്നപ്പോൾ അവനെ കൈകൊണ്ട് പിടിച്ചുയർത്തിയ ദൈവം. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നീ പത്രോസിനെ പോലെ വിശ്വാസം ജീവിതത്തിലുണ്ട്. എന്നാൽ ചില കാറ്റുകൾ, ചില ഓളങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില കടഭാരങ്ങൾ, ചില ദുരന്തങ്ങൾ, ചില നിരാശകൾ, ചില ഒറ്റപ്പെടലുകൾ, ഈ അനുഭവത്തിലും നീ മുങ്ങിത്താരുന്ന അവസ്ഥയാണോ? നിശ്ചയമായി നീ പത്രോസിനെ പോലെ യേശുവേ എന്ന് വിളിച്ചാൽ നിന്നെ നിശ്ചയമായി നിൻ്റെ നാശകൂമാരത്തിൽ നിന്നും, നിൻ്റെ കഷ്ടഭാരത്തിൽ നിന്നും, നിൻ്റെ കടഭാരത്തിൽ നിന്നും, നിൻ്റെ പെൻഡിങ് പൈസകളിൽ നിന്നും, നിൻ്റെ നിരാശാവസ്ഥകളിൽ നിന്നും, നിൻ്റെ രോഗാവസ്ഥയിൽ നിന്നും പത്രോസിനെ പിടിച്ചുയർത്തിയ യേശു കർത്താവ് നിശ്ചയമായി നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഉയർത്തുമെന്ന് ചില കുടുംബങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും യേശു നമ്മൾ എന്തെങ്കിലും നിർബന്ധിച്ചാൽ അത് അനുസരിച്ചാൽ നിശ്ചയമായി നിൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തെ കാണുവാൻ, അടയാളത്തെ കാണുവാൻ സാധിക്കും. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ ഇടവരണം. അനേക കുടുംബത്തിൽ കാൽബർ, റോബ, നാശൽ, ലിയാധരിയ, കഥാവെ, പത്രോസിനെ പോലെ ഭയപ്പെടുന്ന അവസ്ഥകളിൽ അത് ഒന്ന് യേശുവിനെ നിലവിളിച്ച് നീ ഒന്ന് വിളിച്ചാൽ നിശ്ചയമായി നിൻ്റെ കരത്തെ താങ്ങുന്ന കർത്താവ്, നിന്നെ പിടിച്ചുയർത്തുന്ന ദൈവം, നിൻ്റെ ഏത് വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്നുവോ, രോഗാവസ്ഥയിലാണോ, കടഭാരത്തിലാണോ, നിരാശയിലാണോ, ഒറ്റപ്പെടുന്ന അനുഭവമാണോ, ഏതവസ്ഥയിലും വിടുവിക്കുന്നവനായ ദൈവം. കർത്താവേ, ഈ കേട്ട ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. കർത്താവേ, അനേകരെ വിടിവിച്ച കൃപയ്ക്കായി നന്ദി. അവിടുത്തെ വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലം കായ്ക്കുവാനിടമേ. കർത്താവേ, ഇരുട്ടിൻ്റെ ശക്തികൾ ഭവന മണ്ഡലങ്ങളിൽ നിന്ന് മാറട്ടെ. നിരാശയുടെ വ്യാപാര ശക്തികൾ മാറട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. റോബൽ, ഷിഖൽ, ബന, ഹത്യ, എല്ലാ ഭയത്തിൻ്റെ വ്യാപാര ശക്തികൾ നസ്രേനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. കുടുംബത്തിൽ ക്രിസ്തുവിൻ്റെ സമാധാനത്തെ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ഭവനങ്ങളെ മുദ്രയിടുന്നു. ഓരോ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ. എൻ്റെ പ്രിയ സഹോദരന്മാരെ, മാതാപിതാക്കളെ, നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കർത്താവ് ഈ വചന മുഖാന്തരം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.